നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസ് വിചാരണ തുറന്ന കോടതിയിലേക്ക് മാറ്റണമെന്ന് അതിജീവിത. നിർദ്ദിഷ്ട വ്യവസായ സ്മാർട്ട് സിറ്റിക്ക് 105 ഏക്കർ. തച്ചമ്പാറ ഉപതെരഞ്ഞെടുപ്പ് UDF BJP വോട്ട് കച്ചവടമെന്ന് LDF. രേഖകളില്ലാത്ത പണവുമായി BJP നേതാവിനെ പിടികൂടിയ സംഭവം അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസ് വിചാരണ തുറന്ന കോടതിയിലേക്ക് മാറ്റണമെന്ന് അതിജീവിത. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തുറന്ന കോടതിയിലേക്ക് മാറ്റണമെന്ന് അതിജീവിത. വിചാരണ നടക്കുന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചത്. ഇൻ ക്യാമറ നടപടിയായുള്ള രഹസ്യ വിചാരണയാണ് നടന്നു വന്നിരുന്നത്. 7.5 വർഷങ്ങളായി വിചാരണ നടക്കുന്ന കേസിൽ അന്തിമവാദം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. കേസ് വിചാരണ അനന്തമായി നീളുന്നതിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അതിജീവിത എന്നറിയപ്പെടാൻ താല്പര്യമില്ലെന്നും തന്റെ ഐഡന്റിറ്റി പുറത്തുവരുന്നതിൽ വിരോധമില്ലെന്നുമാണ് നടി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പ്രധാന തെളിവായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന മെമ്മറി കാർഡിൽ 3 തവണ അനധികൃത കൈകടത്തൽ ഉണ്ടായതായുള്ള ഗൗരവതരമായ ആക്ഷേപമടക്കമുണ്ട്. മലയാള ചലച്ചിത്ര രംഗത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ഇനി വൈകാതെ വിധി പ്രസ്താവിക്കുമെന്നാണ് കരുതുന്നത്. നിർദ്ദിഷ്ട വ്യവസായ സ്മാർട്ട് സിറ്റിക്ക് 105 ഏക്കർ. പാലക്കാട്ടെ നിർദ്ദിഷ്ട വ്യവസായ സ്മാർട്ട് സിറ്റിക്ക് 105 ഏക്കർ കൈമാറാൻ മന്ത്രിസഭ തീരുമാനമായി. 3815 കോടി ചിലവിലാണ് നിർദ്ദിഷ്ട പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. സംസ്ഥാന വിഹിതമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായ രൂപം നൽകിയ കമ്പനിയായ പുതുശ്ശേരിയിലെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കൈമാറുന്നത്. ബാംഗ്ലൂരു കൊച്ചി വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2022 ഒരുക്കങ്ങൾ ആരംഭിച്ച പദ്ധതിയിൽ 8729 കോടിയുടെ നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നത്. തച്ചമ്പാറ ഉപതെരഞ്ഞെടുപ്പ് UDF BJP വോട്ട് കച്ചവടമെന്ന് LDF. UDF BJP വോട്ട് കച്ചവടമെന്ന് LDF. ഉപതെരഞ്ഞെടുപ്പ് നടന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ LDFനെ തോൽപ്പിക്കാൻ UDF BJP വോട്ട് കച്ചവടം നടന്നതായി LDF. 4 വർഷം മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് 102 വോട്ട് ലഭിച്ച വാർഡിൽ ഇത്തവണ 150 വോട്ടെങ്കിലും ലഭിക്കേണ്ടിടത്ത് വെറും 40 വോട്ടാണ് ലഭിച്ചത്. UDF 225 വോട്ടിന് പിന്നിലായിരുന്ന വാർഡിൽ ഇത്തവണ 28 വോട്ടിന് അവർക്ക് LDFനെ പിന്നിലാക്കാനായത് BJP സഹായത്താലാണെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ആരോപിച്ചു. സമാനമായ കച്ചവടം മാസങ്ങൾക്ക് മുൻപ് നടന്ന 5ാം വാർഡ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് 200 മുതൽ 250 വരെ കിട്ടിയിരുന്ന സ്ഥലത്ത് 110 വോട്ടാണ് ലഭിച്ചതെന്ന് മണികണ്ഠൻ ചൂണ്ടിക്കാട്ടി. രേഖകളില്ലാത്ത പണവുമായി BJP നേതാവിനെ പിടികൂടിയ സംഭവം അന്വേഷണം ആരംഭിച്ചു. BJP പ്രാദേശിക നേതാവ് സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും രേഖകളില്ലാത്ത 1 കോടി രൂപ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. എൻഫോഴ്സ്മെന്റ് വകുപ്പാണ് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. കിഴക്കഞ്ചേരി സ്വദേശിയും BJP മുൻ വണ്ടാഴി മണ്ഡലം ഭാരവാഹിയുമായ പ്രസാദ് C നായർ സഞ്ചരിച്ച കാറിൽ നിന്നാണ് വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ പണം കണ്ടെത്തിയത്. കാർഡ്ബോർഡ് പെട്ടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 500 രൂപ കെട്ടുകളായുള്ള പണം. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്നു പ്രസാദ് നായർ. ഡ്രൈവർ പ്രശാന്തും ഒപ്പമുണ്ടായിരുന്നു. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. പിടികൂടിയ പണം ട്രഷറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നോക്കുകുത്തിയായി മലമ്പുഴ ബസ് സ്റ്റാൻഡ്. മലമ്പുഴ ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയോ? ലക്ഷങ്ങൾ മുടക്കി ജലസേചന വകുപ്പ് പണിതീർത്ത മലമ്പുഴ ഉദ്യാന ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായതായി നാട്ടുകാരും വിനോദസഞ്ചാരികളും പരാതിപ്പെടുന്നു. പൊന്തക്കാടുകൾ നിറഞ്ഞ പാമ്പുകളുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ മേൽച്ചിൽപ്പുറവും ബസ് സ്റ്റാൻഡ് ആണെന്ന് പറയാം. മദ്യപാനികളും അഭിസാരികളുമാണ് രാത്രിയിൽ ഈ പ്രദേശത്തെ അടക്കി വാഴുന്നതെന്നും ആക്രമണ ഭീതി മൂലം കണ്ടിട്ടും കണ്ണടച്ചു കഴിയുകയാണെന്നും പരിസരവാസികൾ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടികളൊന്നും കയറുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. എന്തുകൊണ്ടാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടികൾ പോവാത്തത്? ഒന്നാമത് മലമ്പുഴ ഡാം വരെയാണ് ആളുകളുള്ളൂ. സ്റ്റാൻഡിക്ക് ടിക്കറ്റ് ഇല്ല. എന്താ പറഞ്ഞാൽ കുനിപ്പുള്ളിക്ക് ഒരു ബസ് ഉണ്ട് ആ വഴിക്ക്. അതുകൊണ്ട് ആ വണ്ടിച്ച സമയത്ത് എല്ലാവരും അതിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ സമയത്തൊന്നും ആളുണ്ടാകാറില്ല. പിന്നെന്താ, സ്റ്റാൻഡ് ഡാം വിട്ടിട്ട് എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത്. നിങ്ങൾക്ക് പെർമിറ്റിൻ്റെ പ്രശ്നമുണ്ടോ അങ്ങോട്ട്? ഇല്ല, അപ്പം സ്റ്റാൻഡ് വരെ പോകണമെന്നാണ് എല്ലാ വണ്ടിക്കും. പക്ഷേ നമ്മൾ പോകാറില്ല എന്ന് മാത്രം. ആളില്ലാത്തതുകൊണ്ട് പോകണില്ല. ഡീസൽ നഷ്ടം, സമയനഷ്ടം തന്നെയാണ്. പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും മെയിൻ റോഡിലൂടെയാണ് പോകുന്നത്. പൊന്തക്കാട് നിറഞ്ഞ ബസ് സ്റ്റാൻഡിനകത്തും ഇടയ്ക്കെങ്കിലും ഒന്ന് എത്തി നോക്കി പോയിരുന്നുവെങ്കിൽ പരിശോധന നന്നായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പോകാത്തതിന് പല ന്യായങ്ങളാണ് ബസ് ഉടമകളും ജീവനക്കാരും നിരത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ആരും നിഷേധിക്കാത്ത പ്രധാന തടസ്സം. യാത്രക്കാർക്കും ജീവനക്കാർക്കും ഉപയോഗിക്കാൻ ശൗചാലയമോ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളോ ഇല്ല. പാലക്കാട് ഭാഗത്തുനിന്നും
തോറും വരുന്ന യാത്രക്കാർ ഉദ്യാന കവാടത്തിന് മുന്നിൽ ഇറങ്ങുന്നു. സ്റ്റാൻഡിലേക്ക് ആരും തന്നെ ഉണ്ടാവില്ല. കാലിയായി പോയി വരുന്ന ഡീസൽ ചിലവ് സമയനഷ്ടവും മിച്ചമെന്ന അവലാതിയാണ് ജീവനക്കാർ പറയുന്നത്. ജനങ്ങളുടെ പരാതികളെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ട് ബസ്സുകൾ പോയി തുടങ്ങിയതാണ്. എന്നാൽ കാര്യങ്ങൾ ദേ പോയി ദാ നിന്നു എന്ന മട്ടിലാണ് സംഭവിച്ചത്. മുമ്പ് പറഞ്ഞ അസൗകര്യങ്ങൾ വീണ്ടും വിലങ്ങുതടിയാവുകയായിരുന്നു. ഈ സ്റ്റാൻഡ് ആരെങ്കിലും മുൻകൈയെടുത്ത് നവീകരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും ഉപയോഗയോഗ്യമാക്കണം എന്നതാണ് പൊതുവായ അപേക്ഷ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിക്ക് ഇപ്പോൾ മറ്റേ യാത്രക്കാർ കമ്മിയാണ്. ഡാമിൽ ഒന്നും കാണാനില്ല, അങ്ങനെയൊക്കെയാണ് യാത്രക്കാർ കംപ്ലൈൻറ്റ് പറയുന്നത്. പിന്നെ ഈ കുറച്ച് പിള്ളേർ ഈ സ്റ്റുഡൻസുകൾ അത് ജോലി അടിക്കാൻ വരുന്നത് മാത്രമാണ് ഇപ്പോൾ ഡാമിക്ക് അധികം വരുന്നത്. അൺടൈമിൽ വെറുതെയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റുഡൻസിന് മാത്രമായിട്ടാണ് ഇപ്പോൾ IT-യും ഇതേമാതിരിയുള്ള അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഓരോ വണ്ടികളും മഹാനഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും കൂടി പോകുക പറഞ്ഞാൽ ഡീസൽ നഷ്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അവിടെ യാത്രക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിക്കാരെല്ലാവരും പോകാൻ തയ്യാറാണ്. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡേങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന് നാളെ തുടക്കം. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നാളെ പൂക്കോട്ടുകാവിൽ ആരംഭിക്കും. സൗമ്യ കല്യാണ മണ്ഡപത്തിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A പ്രഭാകരൻ MLA, S അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA എന്നിവർ പങ്കെടുക്കും. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 120 പേരും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 138 പേരാണ് സമ്മേളന പ്രതിനിധികൾ. ശനിയാഴ്ച സമാപിക്കും. ശനിയാഴ്ച പകൽ 3-ന് ആലംകുളത്തു നിന്നും 800-ലധികം റെഡ് വോളണ്ടിയർമാർ പങ്കെടുക്കുന്ന മാർച്ചും പൂക്കോട്ടുകാവ് ലോക്കൽ കേന്ദ്രീകരിച്ചുള്ള ബഹുജന പ്രകടനവും നടക്കും. വൈകിട്ട് 5-ന് പൂക്കോട്ടുകാവ് സ്കൂളിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുജന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. അപകട ഭീഷണിയായി കന്നുകാലികൾ, കണ്ടമട്ടില്ലാതെ അധികൃതർ. അപകട ഭീഷണിയായി കന്നുകാലികൾ, കണ്ടമട്ടില്ലാതെ അധികൃതർ. ഒട്ടേറെ വിനോദസഞ്ചാരികളും നാട്ടുകാരും സഞ്ചരിക്കുന്ന മലമ്പുഴയിലെ പ്രധാന റോഡിൽ കന്നുകാലി ശല്യം രൂക്ഷം. കൂട്ടമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാലികളെ ഭയന്നാണ് വാഹനയാത്രികരുടെ സഞ്ചാരം. നേരം ഇരുട്ടിയാലും പിരിഞ്ഞു പോകാതെ അലസഗമനം നടത്തി നീങ്ങുന്ന കാലിക്കൂട്ടം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പലതവണ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല. കാലികളുടെ ഉടമകൾക്ക് നോട്ടീസ് നൽകുക, എന്നിട്ടും ഫലമില്ലെങ്കിൽ പിഴ ഈടാക്കുക. ഇതിലും പരിഹാരമായില്ലെങ്കിൽ കാലികളെ പിടിച്ചുകെട്ടി ലേലം ചെയ്ത് ആ തുക പഞ്ചായത്തിന്റെ ഖജനാവിലേക്ക് വരവ് വെക്കുക എന്നതാണ് നിയമമെങ്കിലും മലമ്പുഴ പഞ്ചായത്തിന് അതൊന്നും ബാധകമല്ലെന്ന നിലപാടാണ്. ഇരുചക്ര വാഹനക്കാരാണ് കാലികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. രാത്രികളിൽ കറുത്ത നിറമുള്ള കാലികൾ റോഡിൽ കിടന്നാൽ കാണാൻ കഴിയാത്തതാണ് അപകട കാരണമെന്ന് പറയുന്നു. പഞ്ചായത്ത് അധികാരികളുടെ അനങ്ങാപ്പാറ സമീപനത്തിൽ നിരാശരും രോഷാകുലരുമാണ് നാട്ടുകാർ. കാർബൺ സന്തുലിത നഗരസഭാ പദ്ധതി ഒറ്റപ്പാലത്ത് 1ാം ഘട്ടത്തിന് തുടക്കമാവുന്നു. കാർബൺ സന്തുലിത നഗരസഭാ പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലത്ത് ആദ്യഘട്ട പ്രവൃത്തികൾക്ക് തുടക്കമിടുന്നു. വൈദ്യുതി ഉപയോഗം ചുരുക്കൽ, മാലിന്യ സംസ്കരണം, തരിശ് രഹിത നഗരം, പച്ചത്തുരുത്ത് നിർമ്മാണം എന്നിവയാണ് നടപ്പാക്കുന്നത്. നിലവിൽ ഇനോക്കുലം, ബയോബിൻ എന്നിവയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 1ാം ഘട്ടം മാർച്ചിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഹരിത കേരള മിഷന്റെ സഹായത്തോടെയാണ് 1ാം ഘട്ടം നടപ്പാക്കുന്നത്. ഹരിത കേരള മിഷൻ അധികൃതരുമായി ഇന്നലെ ചർച്ച നടന്നു. മാലമോഷണം. ചെർപ്പുളശ്ശേരിയിൽ 18-കാരൻ പിടിയിൽ. ചെർപ്പുളശ്ശേരിയിലെ മാലമോഷണങ്ങളിൽ 18-കാരൻ പിടിയിൽ. നെല്ലായ മാരായമംഗലം വളയമൂച്ചി സേതലവിയാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത്. തെക്കുമുറി, എരുമക്കുഴി എന്നിവിടങ്ങളിൽ വെച്ചാണ് സ്കൂട്ടറിലെത്തി സേതലവി മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡേങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവും മുണ്ട്, കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. വാഹനത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന. ഒരാൾ പിടിയിൽ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വാഹനത്തിൽ വിൽപ്പന നടത്തിയ വ്യക്തിയെ പിടികൂടി. മണ്ണാർക്കാട് അലനല്ലൂർ ചുണ്ടോട്ടുകുന്ന് വഴക്കാട്ടിൽ ശ്രീനിവാസനെയാണ് എക്സൈസ് പാർട്ടി പിടികൂടിയത്. ഇയാളിൽ നിന്നും 2200 ലിറ്റർ മദ്യം കണ്ടെടുത്തു. പരിശോധക സംഘത്തെ കണ്ട് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രീനിവാസൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല. ഇയാൾ മുമ്പും അബ്കാരി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഇയാൾ മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. മിനി മാസ്റ്റ് വിളക്കുകൾ നാടിന് സമർപ്പിച്ചു. തെരുവിളക്ക് ഉദ്ഘാടനം. തരൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച 10 മിനി മാസ്റ്റ് തെരുവിളക്കുകൾ പി സുമോദ് MLA നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി രാജേശ്വരി, ജിഷ ബേബി തുടങ്ങിയവർ സന്നിഹിതരായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ചെന്താമരാക്ഷൻ സ്വാഗതം പറഞ്ഞു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ജല അതോറിറ്റിയിൽ പ്രതിഷേധം. കുടിവെള്ള ലഭ്യത ഇടവിട്ട ദിവസങ്ങളിലായതിലും വേഗത കുറഞ്ഞതിലും രോഷാകുലരായവർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി. മണലി ബാങ്ക് എംപ്ലോയീസ് കോളനി, ജീവൻ നഗർ എന്നിവിടങ്ങളിലെ ആളുകളാണ് പ്രതിഷേധവുമായി എത്തിയത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതിഷേധക്കാരോട് സംസാരിച്ചെങ്കിലും വാക്തർക്കമായി മാറി. മറുപടി കൃത്യവും തൃപ്തികരവുമല്ലെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. പിന്നീട് സൂപ്രണ്ട് എഞ്ചിനീയർ EN സുരേന്ദ്രൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KG അജീഷ് കുമാർ എന്നിവരെത്തി പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മലമ്പുഴ പ്രധാന പമ്പിംഗ് ലൈനിൽ നിന്നാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം ലഭിച്ചിരുന്നത്. ഒരു മാസം മുൻപ് ഇത് മരുത റോഡ് പഞ്ചായത്തിലെ ടാങ്കുകളിൽ നിന്നാക്കിയതോടെ ശക്തി കുറഞ്ഞെന്നതാണ് പ്രതിഷേധക്കാരുടെ ആക്ഷേപം. വെള്ളം വരുന്നത് ഇടവിട്ട ദിവസങ്ങളിലാണെന്നും വരുന്ന നേരത്ത് ശക്തി കുറവാണെന്നും ഇവർ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് പ്രശ്നം രൂക്ഷമായപ്പോൾ ജല അതോറിറ്റിയിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പരിഹാരം നീളുകയായിരുന്നു. P അബ്ദുൾ ഗഫൂറിനെ അനുസ്മരിച്ചു. P അബ്ദുൾ ഗഫൂറിനെ കുമരമ്പത്തൂരിൽ അനുസ്മരിച്ചു. CPIM നേതൃത്വത്തിൽ പള്ളിക്കുന്നിൽ ചേർന്ന പൊതുസമ്മേളനം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സജീവൻ, N മണികണ്ഠൻ, K മൻസൂർ, A മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. മനുഷ്യാവകാശ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധം. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ലഹരിയിൽ അകപ്പെടുന്ന യുവതലമുറ പ്രത്യാഘാതങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി അട്ടപ്പാടി RGM കോളേജിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ രാജേന്ദ്ര പ്രസാദ് KS ഉദ്ഘാടനം നിർവഹിച്ചു. ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് ഇൻസ്പെക്ടർ G സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ പ്രതിജ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ അഭിലാഷ് K ചൊല്ലിക്കൊടുത്തു. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദൃശ്യ KS, NSS പ്രോഗ്രാം ഓഫീസർ ജാഫർ ഓടക്കൽ, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഫാത്തിമ സന എന്നിവർ സംസാരിച്ചു. പ്രിവന്റീവ് ഓഫീസർ മധു A നന്ദി അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ S രവികുമാർ നയിച്ച സെമിനാറിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി മനഃശാസ്ത്ര വിഭാഗം തലവനായ ഡോക്ടർ ദീപു C നായർ എന്തുകൊണ്ട് യുവാക്കൾ രാസലഹരിക്ക് അടിമപ്പെടുന്നു, ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിലും അഡ്വക്കേറ്റ് മുഹമ്മദ് മുസ്തഫ നിയമപരമായ അറിവില്ലായ്മ ആണോ യുവതലമുറ ലഹരി പദാർത്ഥങ്ങളുടെ
ക്യാരിയേഴ്സ് ആകുന്നത്, നിയമപരമായ പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിലും സംസാരിച്ചു. പ്രിവന്റീവ് ഓഫീസർ സാദത്ത് എ, സിവിൽ എക്സൈസ് ഓഫീസർ രജിത് എൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇന്ദ്രാണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചർച്ചയും ക്രോഡീകരണവും നടന്നു. കാർത്തിക വിളക്ക് മഹോത്സവം നാളെ. മംഗലാംകുന്ന് ശ്രീ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം നാളെ ആഘോഷിക്കുന്നു. രാവിലെ 7 മണിക്ക് ദേവി മഹാത്മ്യ പാരായണം, 8 മേളത്തോടുകൂടി കാഴ്ചശീവേലി, 10:30 പ്രസാദവോട്ട്, 11 കുമാരി സ്നേഹദാസ് എടത്തറയും സംഘവും അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളൽ, വൈകുന്നേരം 4:30 കാട്ടുകുളം വേണു ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, 6 ദീപാരാധന, തുടർന്ന് ഭാവന ക്ലബ്ബ്, പ്രഭ സ്വയം സഹായ സംഘം എന്നിവരുടെ കാർത്തിക ദീപം തെളിയിക്കൽ, 6:30 പാലക്കാട് മണിയും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വരം, 7:30 തായമ്പക, 8:30 ഹംസധ്വനി മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള എന്നിവ നടക്കും. ക്ഷേത്രത്തിലെ പ്രധാന വഴിയായ പടിഞ്ഞാറേ നടയിലൂടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കാർത്തിക വിളക്ക് ദിവസം വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്ന് പരിയാനംപറ്റ ദേവസ്വം അറിയിച്ചു. തേൻ ഗ്രാമമാകാൻ കരിമ്പുഴ. കരിമ്പുഴ ഇനി തേൻ ഗ്രാമം. തേനീച്ച കൃഷി പഞ്ചായത്തിലുടനീളം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PMKSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൂടും തേനീച്ചയും വിതരണം ചെയ്യും. വലിയ തേനും ചെറിയ തേനും കൃഷി ചെയ്യാൻ ഗുണഭോക്താക്കൾക്ക് അവസരമുണ്ടാകും. വലിയ തേനീച്ചയ്ക്കും കൂടിനുമായി 280 രൂപയും ചെറിയ തേനീച്ചയ്ക്കും കൂടിനുമായി 450 രൂപയും ഗുണഭോക്തൃ വിഹിതം അടയ്ക്കണം. കൂടാതെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും തേനീച്ച കൃഷി നടപ്പാക്കുന്നുണ്ട്. പഞ്ചായത്തിനെ തേൻ ഗ്രാമമാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ OK രാംജിത്ത് പദ്ധതി വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടിയെ ആക്രമിച്ച കേസ് വിചാരണ തുറന്ന കോടതിയിലേക്ക് മാറ്റണമെന്ന് അതിജീവിത. നിർദ്ദിഷ്ട വ്യവസായ സ്മാർട്ട് സിറ്റിക്ക് 105 ഏക്കർ. തച്ചമ്പാറ ഉപതെരഞ്ഞെടുപ്പ് UDF BJP വോട്ടുകച്ചവടമെന്ന് LDF. രേഖകളില്ലാത്ത പണവുമായി BJP നേതാവിനെ പിടികൂടിയ സംഭവം അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.